പന്ത് ഇപ്പോൾ ചെന്നിത്തലയുടെ കോർട്ടിലാണ്. അതെ, പറഞ്ഞു വരുന്നത് ഇപ്പോൾ കളം ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മൊത്തം UDF സംവിധാനത്തിന്റെ രീതികളിൽ മാറ്റം വരാൻ പോകുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരുപക്ഷെ VD സതീശൻ ഇനിയിപ്പോൾ കാലാവധി പൂർത്തീകരിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് അത് രാജിവെക്കേണ്ട സാഹചര്യമില്ല. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ VD സതീശന്റെ പേര് ഒരിക്കലും വരില്ല എന്ന് 100 തരമാവുകയാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ പേര് ഐക്യകണ്ഠേന ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യകക്ഷികളും ഒരൊറ്റ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. അതിന് കാരണമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തല മുൻപ് പറഞ്ഞ ക്ലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ, അതെല്ലാം വാസ്തവത്തിൽ ശക്തമായി കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വൈകാരിക തലം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പരസ്യമായി കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയോളം വന്നിട്ടില്ല. രമേശ് ചെന്നിത്തല കൃത്യമായും മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കണ്ണൂർ മേഖലയിൽ K സുധാകരനോടൊപ്പവും നിൽക്കാൻ അദ്ദേഹത്തിന് വിശ്വാസ്യത പിടിച്ചു പറ്റാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് VD സതീശനും K സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വലിയ തോതിൽ ശക്തമാവുകയും അതിൻ്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ KPCC അധ്യക്ഷനെ മാറ്റുകയൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. രമേശ് ചെന്നിത്തല അങ്ങനെ ആരെയും സ്വയം മലർന്നു തുപ്പുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിയെ അവതാളത്തിലാക്കുന്ന പ്രസ്താവനകൾ അധികം നടത്താറില്ല. എന്നാൽ അദ്ദേഹം പറയേണ്ടത് കോൺഗ്രസ് വേദികളിൽ വെച്ച് തുറന്ന് പറയാറുണ്ട്. അദ്ദേഹം അച്ചടക്ക നടപടികൾ നേരിടാറില്ല. വളരെ തികഞ്ഞ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം പാർട്ടിയോട് പരിഭവം പറഞ്ഞു എന്നതിൽ അപ്പുറത്തേക്ക് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പരസ്യമായി വിഴുപ്പലക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നതാണ് UDFനകത്ത് അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റി. ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം വെറുമൊരു MLA ആയി ഇരിക്കേണ്ട വ്യക്തി പോലുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംയമനം എന്നത് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. മമതാ ബാനർജിയെ പോലെ അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്ത് അലങ്കരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ, അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കളെ പോലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവ്, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ ജനറൽ സെക്രട്ടറി പദത്തിൽ AICCയുടെ പ്രധാന താക്കോൽ സ്ഥാനത്ത് എത്തിയൊരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും ക്ഷമാശീലമായി കേരളത്തിലൊരു MLA മാത്രമായി നിൽക്കാൻ കഴിയുന്നത്? അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻഡുവറൻസ് എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ ഏറ്റവും യോഗ്യത രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയെന്ന് ലീഗും അതുപോലെ തന്നെ സഖ്യകക്ഷികളും PJ ജോസഫ് അടക്കമുള്ള എല്ലാ UDFലെ സഖ്യകക്ഷികളും തുറന്നു പറയുന്ന ഒരു പേര് തന്നെയാണ്. അത് വലിയ തോതിൽ മറ്റുള്ളവർക്കൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ പോലും അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്